ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാട്ടോ. അപ്പോൾ അത്താഴം മുതൽ നോമ്പ് തര വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ഉമ്മ ഇല്ലാത്ത ഒരു ദിവസമാട്ടോ ഇന്ന്. സാധാരണ ഉമ്മയാണ് ഫസ്റ്റ് എണീക്കാറുള്ളത് കേട്ടോ അത്താഴത്തിന്. അങ്ങനെ ഞാൻ ഇന്നൊരു 4 മണിയെല്ലായപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ വർക്ക് ഏരിയയിലേക്കാട്ടോ വന്നിട്ടുള്ളത്. അച്ഛൻ്റെ ഉമ്മാൻ്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാട്ടോ. നമ്മൾ നാസ്തയിലാക്കി കിടക്കാൻ പോകുമ്പോൾ റൈസ് കുക്കറിൽ ചോറിന് വെള്ളം വെക്കും കേട്ടോ. അങ്ങനെ ചോറാക്കിയിട്ട് നേരെ റൈസ് കുക്കറിലേക്ക് വെക്കലാണ്. എന്താണെന്ന് വെച്ചാൽ അത്താഴത്തിന് നല്ല ചൂട് ചോറ് കഴിക്കണം. എല്ലാവർക്കും ചോറാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ എൻ്റെ വീട്ടിൽ നല്ല നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എന്തെങ്കിലും രാത്രിത്തെ നാസ്ത അങ്ങനെ എന്തെങ്കിലും കഴിക്കലാണ്. പിന്നെ ഇവിടുത്തെ ശീലം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അതേ ഒരു ശീലത്തിൽ തന്നെ പോകുന്നേട്ടാ. പിന്നെ ചോറിന് നല്ല കറി ആക്കലുണ്ട് കേട്ടോ അത്താഴത്തിന്. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കലാണ്. നല്ല തക്കാളിക്കറി, നല്ല കുറുക്കിയുള്ള ഒരു തക്കാളിക്കറി, പിന്നെ മുട്ട ഓംലേറ്റ് ആക്കൽ, പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായ. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഉമ്മയാണെങ്കിൽ നാളെ വൈകുന്നേരം ആവട്ടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അത്താഴത്തിന് എണീച്ചിട്ട് തക്കാളിക്കറിക്കുള്ള എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കലാട്ടോ. മുട്ട ഓംലേറ്റിനും എല്ലാത്തിനും. അത്താഴത്തിൻ്റെ സമയത്താണെങ്കിൽ എണീച്ചിട്ടാൽ ഭയങ്കര മടിയാട്ടാ. എണീച്ച് കഴിഞ്ഞാലാണെങ്കിൽ നല്ല സ്പീഡായിട്ട് കാര്യങ്ങളെല്ലാം അങ്ങ് പോകുകയും ചെയ്യും. താഴെന്ന് ഞാൻ അലാറം വെച്ചാലും എൻ്റെ ഉറക്ക് നൊട്ടൂല കേട്ടോ. നല്ല പോത്ത് പോലെ കിടന്നുറങ്ങും. പിന്നെ എണീക്കണമല്ലോ അത്താഴല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് എണീക്കും. അങ്ങനെ ഇതാ സമയം ഏകദേശം 5 മണിയെല്ലാം ആകാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളിക്കറിയും ആക്കി, മുട്ട ഓംലേറ്റും ആക്കി, പിന്നെ ഈസി കുക്കിൽ കട്ടൻ ചായയൊക്കെ വെച്ചിട്ടാ. കട്ടൻ ചായ ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ തിന്ന് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേട്ടാ. അങ്ങനെ കുറച്ച് തക്കാളിക്കറി എടുത്തിട്ടുണ്ട്. ഈ ചോറൊന്നും ഫുള്ളായിട്ട് കഴിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ആ സമയത്ത് നമ്മൾ വിചാരിക്കും കുറേ കഴിക്കണം എന്നല്ലേ നാളെ ക്ഷീണമില്ലാണ്ടിരിക്കുള്ളൂ. പക്ഷെ നമുക്ക് എന്താണെന്നറിയില്ല, അന്നേരം കുറേ കഴിക്കാനും കഴിയൂല. അങ്ങനെ ഞാൻ ഉപ്പുമാങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാങ്ങെല്ലാം കൂട്ടി നല്ലോണം കഴിച്ചിട്ടുണ്ടായി. അങ്ങനെ അത്താഴെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഈത്തപ്പഴം കഴിക്കാറുണ്ട് കേട്ടോ. അത് ഇപ്പം അടുത്തായിട്ട് തുടങ്ങിയ ശീലമാണ്. അത് നന്നായിട്ട് വെള്ളവും കുടിക്കും. അങ്ങനെ നമ്മൾ അത്താഴത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ടേബിളെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കിച്ചണിൽ വന്നിട്ടോ. വർക്ക് ഏരിയയിൽ വന്ന് ഇവിടെ ഞാൻ ആയ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്നാൽ പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അത്രയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഈ ഒരു സമയം ബാങ്ക് കൊടുക്കുന്ന ആ ടൈമിനുള്ളിൽ എന്തെങ്കിലുമെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. കാരണം കിടന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ എണീക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളം കുടിച്ചിട്ടില്ലേ പിന്നെ ഞാൻ ഫുള്ള് സീനാവും. അങ്ങനെ അത്താഴം കഴിച്ചതിന് 2-3 പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഒതുക്കി വെച്ച ശേഷം ഞാൻ ബാക്കിൽ വന്നിട്ടാ. നമ്മുടെ വീട്ടിൻ്റെ കിച്ചണിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഡ്രസ്സ് അലക്കലും ആറിയിടലും അങ്ങനത്തെ എല്ലാം പരിപാടി ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉറങ്ങും. അപ്പോൾ ഉറങ്ങി എണീക്കുന്നതിൻ്റെ ഉള്ളിൽ അത് വാഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെഷീനിൽ ഡ്രസ്സെല്ലാം ഇട്ട് അങ്ങനെ ഗേറ്റെല്ലാം പൂട്ടി അകത്തേക്ക് വന്നിട്ടാ. അങ്ങനെ മുകളിലാണ് എൻ്റെ റൂമുള്ളത്. അങ്ങനെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫാക്കി അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നിട്ടാ. അപ്പോൾ ഇനി സുബഹ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങും കേട്ടോ. നന്നായിട്ട് ഉറങ്ങും. എന്നിട്ട് രാവിലെ ഒരു 9:30 ആ സമയമെല്ലാം ആകുമ്പോഴേ എണീക്കുള്ളൂ. അങ്ങനെ ഐബുനെ കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ടാ. പകൽ മൊത്തം ഇങ്ങനെ കളിയും ഇതെല്ലാം ആയിട്ട് രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന കാണാൻ നല്ല എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലിംഗാണ്. അങ്ങനെ എൻ്റെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരം വെളുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ടുണ്ടായിന്. ഇച്ചൂസിനെ കൊണ്ട് ഞാൻ അധികം നോമ്പെടുപ്പിക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവന് ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. ഒരു ദിവസം എടുത്താൽ പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണം. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് എടുപ്പിക്കാം. അങ്ങനെ വല്ലപ്പോഴും അവനെ എടുപ്പിക്കലോ. രാവിലെ കുറച്ച് ലൈറ്റായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എണീച്ച് എന്താ വെച്ചാൽ കിച്ചണിലേക്കാട്ടോ ഫസ്റ്റ് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഐബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ നിന്ന് തന്നെ. അപ്പോൾ മൂപ്പരവിടെ സോഫയിൽ ഇരുന്നിട്ട് കളിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ ബീഫുണ്ട്. അപ്പോൾ ബീഫ് നല്ല ഐസ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതെടുത്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഉച്ചയെല്ലാം ആകുമ്പോൾ കറി വെക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ അത് വിചാരിച്ചിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് പുറത്ത് വെച്ച് ഐബക്കിൻ്റെ
വായെല്ലാം കഴുകി കൊടുത്തിട്ട് ബ്രഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനവിടെ കസാലയിൽ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അപ്പുറം ചായയും മുട്ടയും എടുക്കാൻ പോയതാട്ടോ. അപ്പോൾ മൂപ്പരിക്ക് ഞാൻ ചെറുപ്പം തൊട്ടിട്ട് 6 മാസം തൊട്ടിട്ട് കുറച്ച് ചായ കൊടുത്ത് ശീലമായി. അപ്പോൾ പിന്നെ നമ്മൾ കുടിക്കുമ്പോഴെല്ലാം കൊടുത്തിട്ട് പിന്നെ അവനക്ക് അതൊരു ശീലമായിട്ട് മാറി. പിന്നെ രാവിലെ ചായ ഇല്ലാണ്ട് അവനക്ക് ആവില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ആച്ചി വന്നിട്ട് വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട് ചിരിച്ചിട്ട്. അങ്ങനെ ചായൻ്റെ കൂടെ ഞാൻ ഒരു മുട്ട കൊടുക്കട്ടോ. മുട്ടൻ്റെ വൈറ്റ് മാത്രമേ അവൻ കഴിക്കുള്ളൂ, യെല്ലോ കഴിക്കൂല, ഉള്ളിത്തെ കരു കഴിക്കൂല. അങ്ങനെ വൈറ്റ് മാത്രം കൊടുത്ത് അവനപ്പുറം പോയേട്ടാ ഇബു. അപ്പോൾ ഇച്ചൂസ് ഉറങ്ങി എണീച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ അനിയ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അച്ഛൻ്റെ ലാസ്റ്റത്തെ ബ്രദറാണ്. അപ്പോൾ വന്നോണ്ട് ഒന്ന് ഐബക്കിനെ ഒന്ന് കരയിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്നുവെച്ചാൽ അവനക്കൊരു സന്തോഷമാണ് അങ്ങനെ കരയിപ്പിക്കുന്ന കാണുമ്പോൾ. അങ്ങനെ ഓൻ്റെ ഫുഡ് കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ഓനെ കുളിപ്പിച്ചേട്ടാ, നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് താഴെ പോകാൻ മട്ട് ബഹളമാണ് കേട്ടോ. പാപ്പൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൗഡറെല്ലാം ഇടുമ്പോൾ ഞാനിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് ഇങ്ങനെ ഇട്ടോ വരയ്ക്കുന്നുണ്ട് മൂപ്പര്. അപ്പോൾ മുടിയെല്ലാം മാറി ഓനെ റെഡിയാക്കിയിട്ടുണ്ട്. പാപ്പൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടാൽ അപ്പോൾ തുടങ്ങും കേട്ടോ. റൂമിൽ നിന്ന് പറയും വാപ്പ വന്ന് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മൂപ്പര് പാപ്പാൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്നോട് ചോദിക്കലാന്ന് വാപ്പ വന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ തുടയാണ് കേട്ടോ. ഫുള്ള് അകത്ത് മൊത്തം തുടക്കലാണ്. ചില ദിവസം രാത്രി തുടക്കും. ഇപ്പോൾ നോമ്പായതുകൊണ്ട് എന്തെങ്കിലും ഒരു പണീൻ്റെ തിരക്ക് കാര്യങ്ങളുണ്ടാകുമ്പോൾ രാവിലെ തുടക്കൂല കേട്ടോ. അപ്പോൾ അല്ലാത്ത ടൈം രാവിലെ തന്നെയാണ് തുടക്കൽ. അത് എൻ്റെ പെങ്ങളെ മോനാന്ന് കേട്ടോ. മൂത്ത പെങ്ങളെ മോനാന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് മൊബൈൽ നോക്കലാന്ന്. അപ്പോൾ തുടക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പണ്ടം മീൻസ് എന്തെങ്കിലും മസാല എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ നേരെ പച്ചരി കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് രാത്രിത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരി കുതിർത്തിട്ടുണ്ടായിന്. പിന്നെ അതെല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണി ഉണ്ടാവില്ല. തുടക്കലും പിന്നെ ക്ലീനിങ് പരിപാടിയും പിന്നെ അലക്കുന്ന പരിപാടിയും അങ്ങനത്തെ എല്ലാം പരിപാടിയും ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ രാത്രി സുബഹിക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉറങ്ങിണീച്ചോടെ ഞാൻ വെള്ളമെല്ലാം കളഞ്ഞ് പുതിയ വെള്ളത്തിലെല്ലാം ഓമ്പലും കാര്യങ്ങൾ. ഓമ്പൽ മീൻസ് നമ്മളെ കണ്ണൂർക്കാർ പറയുന്നത് ഒലമ്പൽ, ഡ്രസ്സ് വാഷ് ചെയ്യലാന്ന് കേട്ടോ. അപ്പോൾ ഓരോരാൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ മെഷീനിലിട്ട് അതെല്ലാം വാഷ് ചെയ്യലെല്ലാം കഴിഞ്ഞ് ഉണക്കീന് കേട്ടോ. ചെറുതായിട്ട് ഉണക്കിയെടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് മൂപ്പര് വന്നിട്ട് ഇവിടുന്ന് കളിയാന്ന് കേട്ടോ. ഐബക്ക് ഞാൻ ഓനെ കാണാണ്ടാന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഓനോട് പുറത്ത് ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ മൂപ്പര് വന്ന് നല്ല വെള്ളമൊക്കെ ഉണ്ടായിന്. പിന്നെ അതേ കളിയാന്ന്. അപ്പോൾ ഓന് ഉറങ്ങുന്ന സമയത്തെല്ലാം ഞാൻ വന്നിട്ട് അധികം ഡ്രസ്സ് ആറിയിടൽ. കാരണം ഇപ്പം മാറ്റിച്ചു കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ അത് ഫുള്ളോ ചണ്ടിയാക്കി വെച്ചിട്ട് അങ്ങനെ കിച്ചണെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടാണ്. ഈ രാവിലെ ഈ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു നീറ്റ് കാണുള്ളൂ. പിന്നെ ഫുള്ള് വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് പണിയായിരിക്കുമല്ലോ. ഇവിടെയും അവിടെയും പാത്രവും അതും ഇതും എല്ലാം ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതാ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പണ്ടം നമുക്ക് 2 ദിവസത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലാണ്. ഒന്നിച്ച് കട്ട് ചെയ്ത് അങ്ങനെ ആക്കിയിട്ട് വെക്കലാട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആച്ചിയും ഉമ്മയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെങ്ങളെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഉമ്മ കിച്ചണിലുള്ളതുകൊണ്ട് ആച്ച അങ്ങോട്ടേക്ക് പോക്കാന്ന് മന നോക്കിയിട്ട്. അങ്ങനെ എൻ്റെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇവിടെ ഇരുന്ന് കേട്ടോ. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഉറങ്ങി. കുറച്ച് സമയം ഉറങ്ങി എണീച്ച് അപ്പോഴത്തേക്ക് ഉമ്മ ഇവിടെ ഉള്ളിവടക്കുള്ള പണ്ടവും ഇങ്ങനെ ഇതാക്കിയിട്ട് കുഴച്ചിട്ട് പിന്നെ മസാലയാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സമൂസക്കും റോളിനും എല്ലാത്തിനും പറ്റിയൊരു മസാലയാണ്. അപ്പോൾ നമ്മൾ കുറച്ചെടുക്കും എന്നിട്ട് ബാക്കി സ്റ്റോർ ചെയ്യുക അങ്ങനെയാണ്. അപ്പോൾ ഇത് ദോശക്ക് ബീഫ് കറി ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് ഞാൻ മുകളിൽ പോയത് എൻ്റെ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്നപ്പോൾ നല്ലൊരു പഴുത്ത പഴം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞ് ഇതെന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഉമ്മ പറഞ്ഞ് കായ്പോളയാക്കാം. അങ്ങനെ കായ്പോളക്കുള്ള കുറച്ച് കേടെല്ലാം ഉണ്ട്. ആ കേടെല്ലാം മുറിച്ച് മാറ്റിയിട്ട് പഴം മുറിച്ചേട്ടാ.
ഒരു അസർ ബാങ്കെല്ലാം കൊടുക്കാനാകുമ്പോൾ പിന്നെ ഫുള്ള് പണി തിരക്കായിരിക്കുമല്ലോ. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണെന്നല്ല. പിന്നെ അതിനിടയിൽ ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടാണ്. കാരണം ഇതിനാ സമൂസയൊക്കെ ഉമ്മാക്ക് പരത്തി കൊടുക്കലും കോട്ടി കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പൊരിക്കാനും അങ്ങനത്തെ എല്ലാം പരിപാടിക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പരുത്തി കൊടുത്തു. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ കായ്പോള ആയിട്ടുണ്ട്. പിന്നെ ഇത് മിൻറ്റി കേട്ടോ, മിൻറ്റി ലൈം ആക്കിയതാണ്. എനിക്ക് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മിൻറ്റി. അപ്പോൾ ഇത് ആയിബക്ക് എപ്പോഴും ജ്യൂസ് അടിക്കുമ്പോൾ ടേസ്റ്റ് നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കലാന്ന് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ പറഞ്ഞുകൊണ്ട് കുടിക്കലാട്ടെ. പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ടായിന് ജ്യൂസിന്. ഓനധികം നോമ്പ് തുടങ്ങിയപ്പോഴേ ജ്യൂസ് മാത്രം കുടിച്ചിട്ടുള്ള ഒരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഫുഡ് അങ്ങനെ വേണ്ട, എനിക്ക് വെറുതെ തണുത്ത കുടിക്കലാ പണി. അങ്ങനെ ഉമ്മ ഇതാ നല്ല ഉള്ളിവട ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആച്ചയ്ക്ക് കുറേ ദിവസമായി ഉമ്മാനോട് പറയുന്നത് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഉള്ളിവടയും കൂടി ആക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉമ്മാൻ്റെ ഉള്ളിവട ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരടുപ്പിൽ ചായ ആവുന്നുണ്ട്. പിന്നെ ഇത് ഇളനീർ ജ്യൂസാട്ടോ, ഇളനീർ പഴുപ്പ് വാങ്ങിച്ചിട്ടുള്ള ജ്യൂസാണ്. അങ്ങനെ ഇതാ ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മഹരിമിന്. അപ്പോൾ ഓരോന്നിതാ നമ്മളിങ്ങനെ ഓരോ കടികൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കുഞ്ഞു വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബായ്.